നമ്മൾക്കിടയിൽ പല ജോലികൾ ചെയ്ത് ജീവിതം നയിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പറയാൻ പലതരത്തിലുള്ള അനുഭവ കഥകൾ ഉണ്ടാകുമായിരിക്കും. അത്തരത്തിൽ ഒരു വലിയ പൈസക്കാരുടെ വീട്ടിൽ അവരുടെ ഏക മകനെ നോക്കാനും അവന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും വേണ്ടി പോയതാണ് നമ്മളുടെ കഥാനായിക. എന്നാൽ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും തമ്മിലുള്ള സംസാരവും കേട്ട് അവൾ ആകെ അന്താളിച്ചു പോകുകയാണ്. ഇനി തനിക്ക് വട്ടായതാണോ തന്റെ ചുറ്റിലുമുള്ള ആളുകൾക്ക് വട്ടായതാണോ എന്ന് വരെ നായിക ചിന്തിച്ചു തുടങ്ങുന്നു. അതുമാത്രമല്ല, അവളെ ആ വീട്ടിൽ കാത്തിരുന്ന പതിയിരുന്ന കാര്യങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. അവസാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് വരെ ഈ കഥയിലുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കഥാനായികയായ ഗ്രേറ്റയാണ് കാണിക്കുന്നത്. അവളൊരു അമേരിക്കനാണ്. ഇപ്പോൾ അവൾ ഇംഗ്ലണ്ടിലെ പണക്കാരായ ഹീൽഷെയർ എന്ന ഫാമിലിയുടെ വീട്ടിലേക്ക് അവരുടെ 8 വയസ്സുള്ള മകനെ ബേബി സിറ്ററായിട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഫാമിലി എവിടേക്കോ ഒരു ദൂരയാത്ര പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് കുട്ടിയെ നോക്കാൻ വേണ്ടിയാണ് ഇവളെ നിയമിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇവൾ ഇംഗ്ലണ്ടിലേക്കൊക്കെ വരുന്നത് തന്നെ. അങ്ങനെ അവൾ ആ മാൻഷനിലേക്ക് എത്തുന്നു. അതാണെങ്കിൽ ചുറ്റുപാടും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാത്ത ഏകാന്തമായ ഒരു പ്രദേശം. അവളോട് അവിടുത്തെ ഡ്രൈവർ, ഹീൽഷെയർ ഇപ്പൊ ഇവിടെയില്ല, അവർ പുറത്തെവിടേക്കോ പോയിട്ടാണുള്ളത്, നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവൾ അതിന്റെ അകത്തേക്ക് കയറുന്നു. അതിന്റെ അകത്ത് കയറി അവൾ കാണുന്നത് വലിയൊരു കൊട്ടാരം പോലെ തലയുയർത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ വീടായിരിക്കും. അവളെ സംബന്ധിച്ച് ഈ ജോലി ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ്. ഇതുവരെ അനുഭവിക്കാത്ത സുഖ സൗകര്യങ്ങൾ, നല്ല സാലറി. അങ്ങനെ അവൾ അവളുടെ ഷൂ അഴിച്ച് അവിടെ വെക്കുന്നു. അന്നേരം മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം ഇവൾ കേൾക്കുകയാണ്. ആരോ മുകളിൽ ഉണ്ടെന്ന് തോന്നി അവൾ മുകളിലേക്ക് കയറുന്നു. അന്നേരം അവിടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹീൽഷെയറും അവരുടെ ഒരേ ഒരു മകനായ ബ്രാംസിന്റെ ഫോട്ടോയും അവൾ അവിടെ കാണുന്നു. ഈ കുട്ടിയെ നോക്കാൻ വേണ്ടിയാണ് ഇവൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ശേഷം മുന്നോട്ട് നടക്കുമ്പോൾ ഒരു റൂം അവൾ അവിടെ കാണുന്നു. അതിനകത്ത് നിറയെ കളിപ്പാട്ടങ്ങളായിരിക്കും. അതാണ് ബ്രാംസിന്റെ റൂം. അങ്ങനെ അവിടെയുള്ള ഓരോന്നും ഇവൾ എടുത്ത് നോക്കുന്ന സമയത്ത് പിറകെ വന്ന് ആരോ ഹലോ എന്ന് പറയുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ ഇവൾ അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് വേറെ ആരുമായിരിക്കില്ല, ഈ വീട്ടിലേക്ക് പച്ചക്കറികളും മറ്റു സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്ന മാൽക്കം എന്ന പേരുള്ള ഒരുത്തനാണ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, ഇവിടെ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന് ഇവൾ പറയുന്നു. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കാതെ, വാ നിനക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് താഴേക്ക് ഇറങ്ങുന്നു. അന്നേരം ഗ്രേറ്റ അവനോട് ഇവിടുത്തെ ഫാമിലിയെ പറ്റി ചോദിക്കുകയാണ്. അവർ വളരെ നല്ല ആൾക്കാരാണെന്ന് അവനും. ശേഷം ഇവൾ ബ്രാംസിനെ പറ്റി ചോദിക്കുമ്പോൾ മാൽക്കമിന് ബ്രാംസിനെ പറ്റി പറയാൻ എന്തോ ഒരു മടി ഉള്ളത് പോലെയാണുള്ളത്. എനിക്കറിയില്ല നിന്നോട് അവനെ പറ്റി എന്താ പറഞ്ഞു തരേണ്ടതെന്നാവും ഇവൻ പറയുന്നേ. ഇവൾക്കൊന്നും മനസ്സിലാകുകയില്ല. അപ്പോഴേക്കും മിസ്സിസ് ഹീൽഷെയർ അവിടേക്ക് വരുന്നു. അവർ ഗ്രേറ്റയോട് ബ്രാംസ് ഇതുവരെ ഒരു അമേരിക്കനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിന്നെ കാണാൻ വേണ്ടി അവൻ നോക്കിയിരിക്കുകയാണെന്ന് പറയുന്നു. അന്നേരം നേരത്തെ ഗ്രേറ്റ അവളുടെ ഷൂ അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അവിടെ കാണില്ല. അത് ബ്രാംസിന്റെ പണിയാണ്. അവൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടെന്ന് മിസ്സിസ് ഹീൽഷെയർ പറയുന്നു. ശേഷം അവർ ഗ്രേറ്റയും കൂട്ടിയിട്ട് ബ്രാംസിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ മിസ്റ്റർ ഹീൽഷെയറും ഉണ്ട്. അയാൾ ബ്രാംസിനോട് ഇതാണ് ഗ്രേറ്റ, നിന്നെ നോക്കാൻ വേണ്ടി വന്നതാണ് ഇവൾ, നീ അവളോട് ചുമ്മാ കുരുത്തക്കേടുകളൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നേ. അതായത് താൻ നോക്കാൻ വന്നത് ഒരു മനുഷ്യ കുഞ്ഞിനെയല്ല, പകരം ഒരു ഡോളിനെയാണെന്നുള്ള കാര്യം. ആ കാഴ്ച കണ്ടി ഇവൾക്ക് അങ്ങ് ചിരി അടക്കാനാകില്ല. എന്നാൽ ഇവളുടെ ചിരി മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹീൽഷെയറിന് അത്ര ഇഷ്ടപ്പെടില്ല. അവർ അവളെ തന്നെ തുറിച്ചു നോക്കുകയാണ്. ഇവരുടെ എക്സ്പ്രഷൻ കണ്ട് ഇവൾക്ക് ഇതിനി ഡോൾ തന്നെയല്ലേ എന്നുള്ള സംശയമായിരിക്കും. അന്നേരം മാൽക്കം അവിടെ വരുന്നു. എന്നിട്ട് അവനും മറ്റ് 2 പേരെയും പോലെ തന്നെ ആ ഡോളിനോട്, കൊച്ചുകുട്ടികളോട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുന്നു. ശരിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്നും ഇവരെന്താ ഈ ഉദ്ദേശിക്കുന്നതെന്നും ഇവൾക്ക് പിടികിട്ടില്ല. അങ്ങനെ മിസ്സിസ് ഹീൽഷെയർ ഗ്രേറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾ ബ്രാംസിനെ നോക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരെ ഒന്നും ബ്രാംസിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അവനെയൊന്നും 7 മണിക്കാണ് വിളിച്ചെഴുന്നേൽപ്പിക്കാറ്. മൺഡേ ടു സാറ്റർഡേ 3 മണിക്കൂറായിട്ട് എന്തെങ്കിലും നീ അവനെ പഠിപ്പിച്ചു കൊടുക്കണം. ഞങ്ങൾ അവനെ പോയംസ് ആണ് കൂടുതൽ വായിച്ച് കേൾപ്പിക്കാറ്. ഇവിടെയുള്ള ഏത് ബുക്ക് വേണമെങ്കിലും നിനക്ക് അവനെ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാം. പിന്നെ വായിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കണം എന്നൊക്കെ പറയുന്നു. ശേഷം അവർ അവിടെയുള്ള ഗ്രാമഫോൺ കാണിച്ചിട്ട് ബ്രാംസിന് മ്യൂസിക് കേൾപ്പിച്ചു കൊടുക്കണം. അവന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, അവൻ അതില്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ പുറത്ത് ഒരു എലിക്കണി വെച്ചിരിക്കുന്നത് ഗ്രേറ്റ കാണുകയാണ്. അന്നേരം മിസ്റ്റർ ഹീൽഷെയർ അവളോട് ബ്രാംസിന് മൃഗങ്ങളെ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഒന്നിനെയും ഞങ്ങൾ അവന്റെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല. നിനക്ക് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം, പക്ഷേ സത്യത്തിൽ ഞങ്ങൾക്ക് പോലും അറിയില്ല ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയായി തീർന്നത് എങ്ങനെയാണെന്ന്.
ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെന്നൊക്കെ പറയുന്നു. അയാൾ പറഞ്ഞ ഒരു കാര്യവും മനസ്സിലായില്ലെങ്കിൽ പോലും എല്ലാത്തിനും ഇവൾ തലയാട്ടുന്നുണ്ട്. അടുത്ത സീനിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹീൽഷെയർ ബ്രാംസിനോട് നീ നല്ല കുട്ടിയായിട്ടുണ്ടായിരുന്നു, ഒരു കുരുത്തക്കേടും ഒപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നു. ഗ്രേറ്റ ആണെങ്കിൽ ഇതൊക്കെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അന്നേരം അവർ ഗ്രേറ്റയോട് ഞങ്ങൾക്ക് കുറച്ചു നേരം ഞങ്ങളുടെ മകനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ആ ഡോർ അങ്ങ് അടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ചിരിയും വരുന്നുണ്ട്. ആ ഡോളിനോട് ഈ രണ്ട് മനുഷ്യന്മാർക്കും ഇതിനും മാത്രം എന്ത് കാര്യമാ പറയാനുള്ളത് എന്നൊക്കെയായിരിക്കും ഇവൾ ചിന്തിക്കുന്നേ. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം വാതിൽ തുറന്ന് അവർ ഗ്രേറ്റയോട് ബ്രാംസിന് നിന്നെ ഇഷ്ടമായി, അതുകൊണ്ട് നിനക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അങ്ങനെ അന്ന് രാത്രി ഗ്രേറ്റ അവളുടെ സിസ്റ്ററായ സാൻഡിയോട് ആ വീട്ടിലെ കാര്യങ്ങളും അവിടുത്തെ ചുറ്റുപാടുകളും പിന്നെ അവർ ആ ഡോളിനെ നോക്കുന്ന രീതികളൊക്കെ പറയുന്നു. അന്നേരം സാൻഡി എന്തായാലും കുറച്ച് നാളത്തേക്കല്ലേ, നീ ഒന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യ്, നിന്റെ പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയില്ലേ, അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവളുടെ ലൈഫിൽ എന്തോ സംഭവിച്ചത് കൊണ്ടാണ് ഇവൾ ഇവിടെ ഇംഗ്ലണ്ടിലേക്ക് മാറിയത്. ശേഷം സാൻഡി കോൾ എന്ന് പറയുന്ന ഒരുത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നും എന്നിട്ട് നിന്റെ അഡ്രസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഞാനെന്തായാലും നീ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. ഈ കോളിനെ ഗ്രേറ്റ എന്തോ കാരണത്താൽ പേടിക്കുന്നുണ്ട്. അവനെ പേടിച്ചിട്ടാണ് ഇവൾ ഇങ്ങോട്ടേക്ക് മാറിയത് തന്നെ. അവിടുന്ന് കട്ടായിട്ട് പിറ്റേ ദിവസം എന്തൊക്കെയോ ബഹളം കേട്ടതും ഗ്രേറ്റ എഴുന്നേൽക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്ത് ഇവൾ പോയി നോക്കുമ്പോൾ കാണുന്നത് മിസ്സിസ് ഹീൽഷെയർ ബ്രാംസിനെ വഴക്ക് പറയുന്നതായിരിക്കും. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, എനിക്കും അച്ഛനും ഇവിടുന്ന് പോയേ പറ്റുള്ളൂ, നീ നല്ല കുട്ടിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രോമിസ് തന്നതല്ലേ എന്നൊക്കെ പറയുന്നു. എന്താ സംഭവം എന്നറിയില്ല. അവിടെ ബുക്സ് ഒക്കെ വലിച്ചു വാരി ആരോ ഇട്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ആശ്ചര്യത്തോടെ ഇവൾ നോക്കുന്ന സമയത്ത് മിസ്റ്റർ ഹീൽഷെയർ വന്ന് അവളോട് ഞങ്ങൾ ഇറങ്ങുകയാണ്, എന്തായാലും ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ, ബ്രാംസിനെ പറ്റി നിന്നോട് കൂടുതൽ കാര്യം ഞങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി എന്തായാലും ഇപ്പൊ പറ്റുമെന്ന് തോന്നുന്നില്ല, നീ പോകെ പോകെ മനസ്സിലായിക്കോളുമെന്ന് പറയുന്നു. അതെന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നേ. എന്നിട്ട് അദ്ദേഹം ഒരു പേപ്പർ അവൾക്ക് കാണിച്ചുകൊണ്ട് ഇതിൽ നീ ബ്രാംസിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെന്നും റൂൾസ് എല്ലാം എന്തായാലും ഫോളോ ചെയ്യണമെന്നും നീ ബ്രാംസിനെ നല്ല രീതിയിൽ നോക്കണം, നീ മര്യാദക്കാണെങ്കിൽ അവനും മര്യാദക്കായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ബാക്കി കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും മിസ്സിസ് ഹീൽഷെയർ വന്ന് ഗ്രേറ്റ എന്തായാലും ബ്രാംസിനെ നല്ല രീതിയിൽ നോക്കുമെന്ന് പറയുന്നു. ഗ്രേറ്റക്കാണെങ്കിൽ ഇവരെന്ത് തേങ്ങയെ പറഞ്ഞു വരുന്നതെന്ന് ഒന്നും തിരുവാട് കിട്ടാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ മിസ്സിസ് ഹീൽഷെയർ ഗ്രേറ്റയോട് ഐ ആം സോറി എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ അർത്ഥം, അതായത് എന്തുകൊണ്ടാണ് അവളോട് അവർ അങ്ങനെ സോറി പറഞ്ഞതെന്ന് ഇവക്ക് പിടികിട്ടില്ല. അങ്ങനെ അവർ ഇറങ്ങുന്നു. ശേഷം ആ വീട്ടിൽ അവളും ആ ഡോളും മാത്രമായിരിക്കും. റൂൾസ് എല്ലാം ഫോളോ ചെയ്യണമെന്ന് മിസ്റ്റർ ഹീൽഷെയർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ അവൾ അതിനൊന്നും ഒരു വില കൽപ്പിക്കില്ല. ഞാൻ എന്തിന് ഇതിനെ നോക്കണം, ഇത് വെറും ഒരു ഡോൾ ആയിരിക്കില്ലേ എന്നായിരിക്കും ഇവളുടെ മൈൻഡിൽ. വരാൻ പോകുന്ന പ്രശ്നങ്ങളൊന്നും അറിയാതെ അങ്ങനെ അവൾ ബ്രാംസിനെ അവിടെയുള്ള ഒരു ചെയറിൽ വെച്ചിട്ട് ഒരു തുണി എടുത്തങ്ങ് മൂടുന്നു. ശേഷം അവൾ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് അവിടെ കിടക്കുന്ന വൈൻ എടുത്തങ്ങ് കുടിക്കുന്നു. അങ്ങനെ അതിനിടയിൽ അവൾ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ അവളുടെ ഉറക്കം ഞെട്ടുന്നു. അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടാകും. ശേഷം അവൾ കിച്ചണിൽ പോകാൻ നോക്കുമ്പോൾ ഉണ്ടാകും നേരത്തെ അവൾ ബ്രാംസിനെ പുതപ്പിച്ച തുണി അവിടെ താഴെ വീണിട്ട്. ചിലപ്പോൾ അത് തനിയെ വീണതാകും എന്ന് കരുതി ആ ഡോളിനെയും എടുത്ത് അതിന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ചെയറിൽ വലിച്ചെറിയുന്നു. അങ്ങനെ അവൾ കിടക്കാൻ പോകുന്നു. പുറത്താണെങ്കിൽ കോരിച്ചൊരിയുന്ന മഴയും ഇടിമിന്നലും ഒക്കെ ആയിരിക്കും. കറണ്ടും ഉണ്ടാകില്ല. പെട്ടെന്ന് അവൾ എന്തോ ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി എഴുന്നേറ്റ് അവളൊരു മെഴുകുതിരിയും കത്തിച്ചിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് ബ്രാംസിന്റെ ഫാമിലി ഫോട്ടോയുടെ അടുത്ത് നിന്നായിരിക്കും. അവൾ മെല്ലെ ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് ആരോ അവളുടെ കഴുത്തി പിടിക്കുന്നു. പെട്ടെന്ന് അവളുടെ ഉറക്കം ഞെട്ടുന്നു. അതായത് ഈ കണ്ടതൊക്കെ വെറും സ്വപ്നമായിരുന്നു. അന്നേരം ഒരു കുഞ്ഞു കുട്ടി കരയുന്ന ശബ്ദം ഇവൾ കേൾക്കുകയാണ്. ചേടാ, ഇതിപ്പോ ആരാ കരയുന്നേ? ഈ വീട്ടിൽ ഇവളും ആ ഡോളുമല്ലാതെ വേറെ ആരുമില്ല താനും. ഇനി ആ ഡോളിൽ നിന്നാണോ ഈ സൗണ്ട് വരുന്നതെന്ന് നോക്കാൻ വേണ്ടി അവൾ അതിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ കാണുന്നത് ആ ഡോളിന്റെ കണ്ണിലെ കണ്ണുനീരായിരിക്കും. ഇതെങ്ങനെ സാധിക്കും? ഇതൊരു പാവയല്ലേ, ഇതെങ്ങനെ കരയുന്നേ എന്നൊക്കെ ഇവളുടെ തലയിലൂടെ ഓടുന്ന സമയത്തായിരിക്കും മുകളിലത്തെ സീലിംഗിൽ നിന്നാണ് ആ വെള്ളം വരുന്നതെന്ന് ഇവക്ക് മനസ്സിലാകുന്നേ. അപ്പൊ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ വന്നതാ. ഇവളുടെ ഉള്ള ജീവനും പോയ അവസ്ഥയായിരുന്നു ഇത് കണ്ടപ്പോ. ശേഷം അവളുടെ റൂമിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നു. ഇവിടുത്തെ നമ്പർ സാൻഡിയുടെ കയ്യിലാണുള്ളത്. സോ സാൻഡി ആയിരിക്കുമെന്ന് കരുതി കോൾ എടുത്ത് അവൾ കേൾക്കുക ഒരു പുരുഷൻ ശ്വസിക്കുന്ന ശബ്ദമായിരിക്കും. പെട്ടെന്ന് ഇവളുടെ മനസ്സിൽ ഓടുന്നത് ഇത് കോൾ ആയിരിക്കുമെന്നാ. ഈ കോളിനെ ഗ്രേറ്റ എന്തോ കാരണത്താൽ പേടിക്കുന്നുണ്ട്.
അങ്ങനെ അവിടുന്ന് കട്ടാകുന്നു. പിന്നെ കാണിക്കുന്നത് ഒരാഴ്ചത്തേക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഗ്രോസറി സാധനങ്ങളുമായിട്ട് മാൽക്കം വരുന്നു. എന്നിട്ട് ഗ്രേറ്റയ്ക്ക് വേണ്ടി ഹീൽഷെയർ അവനെ ഏൽപ്പിച്ച സാലറിയും അവൾക്ക് കൊടുക്കുന്നു. അന്നേരമായിരിക്കും അവൾ ഈ ബ്രാംസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവനോട് ചോദിക്കുന്നേ. സംഭവം 20 വർഷം മുമ്പ് ബ്രാംസിന്റെ ബർത്ത്ഡേക്ക് ഈ വീട്ടിൽ ഒരു തീപിടുത്തം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൽപ്പെട്ട് ബ്രാംസ് മരിച്ചുപോയി. അവന്റെ മരണത്തിന് ശേഷം പെട്ടെന്നൊരു ദിവസം ഈ വീട്ടിൽ ആ ഡോൾ വന്നു. അതാരെ കൊണ്ടു ചെന്ന് വെച്ചതെന്ന് ആർക്കും അറിയില്ല. പിന്നെ തന്റെ ഏക മകൻ പോയ വിഷമത്തിൽ ബ്രാംസിന്റെ അച്ഛനും അമ്മയും ആ പാവയെ തങ്ങളുടെ മകനായി സങ്കല്പിച്ച് അതിനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ മാൽക്കം എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇന്ന് രാത്രി ഒന്ന് പുറത്തു കറങ്ങാൻ പോയാലോ? ഞാൻ നിനക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറയുന്നു. അവളും അതിനൊക്കെ പറയുകയാണ്. അതേസമയം ഇവരുടെ സംസാരം ആരോ ആ വീട്ടിലെ ജനലിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആവുന്നു. ഗ്രേറ്റ മാൽക്കമിന്റെ കൂടെ കറങ്ങാൻ പോകേണ്ട ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കുളിക്കാൻ കയറുകയാണ്. അന്നേരം എന്തോ ഒന്ന് ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. അത് അവൾ കാണുന്നില്ല. ശേഷം അത് അവൾ കാണാതെ അവളുടെ ആ ഡ്രസ്സും പിന്നെ അവൾ ഊരി വെച്ച അവളുടെ മാലയും എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ കുളിച്ചു കഴിഞ്ഞ് വന്ന ഗ്രേറ്റയ്ക്ക് അവളുടെ ഡ്രസ്സും മാലയും മിസ്സാണെന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും ഇവക്ക് മനസ്സിലാകുന്നില്ല. ശേഷം അവൾ ഇനി റൂമിലെങ്ങാനും താൻ ഡ്രസ്സും മാലയും വെച്ചിട്ട് മറന്നതാണെങ്കിലോ എന്ന് കരുതി റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെയും ഉണ്ടാകില്ല. അന്നേരം എന്തോ ഒരു ശബ്ദം ഇവൾ കേൾക്കുകയാണ്. ഇവൾ പോയി നോക്കുമ്പോൾ ഉണ്ടാകും ആറ്റിക്കിന്റെ ലാഡർ തുറന്നു കിടന്നിട്ട് മുകളിൽ ആരോ ഉണ്ടെന്ന് ഇവക്ക് തോന്നുകയാണ്. അത് ചിലപ്പോൾ മാൽക്കം തന്നെ കളിപ്പിക്കാൻ കയറിയതാകുമെന്ന് കരുതി മാൽക്കം പുറത്തു വാ, ഇതൊന്നും തമാശയല്ല, നീ ചുമ്മാ കളിക്കല്ലേ എന്ന് പറയുന്നു. എന്നാൽ തിരിച്ചൊരു മറുപടിയും ഉണ്ടാകില്ല. ശേഷം ആരെങ്കിലും മുകളിലുണ്ടോ, ഇനി കള്ളനോ മറ്റോ ആണെന്ന് കരുതി ഇവൾ മുകളിലേക്ക് കയറുന്നു. എന്നാൽ അതിനകത്ത് ആരും ഉണ്ടാകില്ല. പെട്ടെന്ന് ആ ലേഡർ തനിയെ അടയുകയാണ്. അത് കണ്ട് ഇവൾ പേടിച്ച് പണ്ടാരമാവുകയാണ്. അവളെ കൊണ്ട് ആവുന്ന വിധം തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പാഴാവുകയാണ്. പെട്ടടാ പെട്ടു. അപ്പോഴാണ് മാൽക്കം ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നേ. വണ്ടിയുടെ ശബ്ദം കേട്ട് സഹായത്തിന് വേണ്ടി ഗ്രേറ്റ അവനെ ആവുന്ന വിധം വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കേൾക്കില്ല. മാൽക്കം അവളെ ഫോണിൽ വിളിച്ചു നോക്കുന്നു, ഡോർ തട്ടി വിളിക്കുന്നു. എന്നാൽ ഗ്രേറ്റയുടെ ഒരു വിവരവും ഉണ്ടാകില്ല. അന്നേരം അവൾ അവിടെ ഇല്ല എന്ന് കരുതി മാൽക്കം തിരിച്ചു പോകുകയാണ്. ഇവൾ ഇതിന്റെ മുകളിൽ പെട്ടുകിടക്കുകയാണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. ഗ്രേറ്റ മാൽക്കമിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവിടെയുള്ള ഓരോ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ഒച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു കാര്യവും ഉണ്ടാകില്ല. അവിടുന്ന് എങ്ങനെയും പുറത്തു കിടക്കാൻ വേണ്ടി ഇവൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഇവൾ അവിടെ ഒരു രൂപം കാണുകയാണ്. അതോടെ അവളുടെ ബോധം പോകുന്നു. പിന്നീട് രാവിലെയാകുന്നു. ഇവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു ജാക്കറ്റ് തൂക്കിയിട്ടതായിട്ട് കാണുകയാണ്. അപ്പൊ ഇത് കണ്ടാണ് താൻ ഇന്നലെ പേടിച്ചതെന്നുള്ള കാര്യം ഇവക്ക് മനസ്സിലാവുകയാണ്. അന്നേരം പെട്ടെന്ന് ആ ലാഡർ തനിയെ തുറക്കുകയാണ്. ഇതെന്ത് മറിമായം! അങ്ങനെ അവൾ പുറത്തു കിടക്കുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളൊക്കെ മാൽക്കമിനോട് പറയുകയാണ്. അത് കേട്ട് ആ വീട് മുഴുവനും മാൽക്കം മരിച്ചു പിറക്കുന്നു. ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ബട്ട് അവിടെ ആരും ഉണ്ടാകില്ല, സ്വാഭാവികം. എന്നാൽ ഇവൾ അത്രക്കും ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ വീട്ടിൽ ആരോ ഉള്ളതായിട്ട് തനിക്ക് തോന്നി എന്നൊക്കെ. നീ ചിലപ്പോൾ ഉറക്കത്തെ എഴുന്നേറ്റ് നടന്നതാകും, നീ തന്നെയാവും ആ ലേഡർ തുറന്നതെന്നും മാൽക്കമും. ശേഷം അവൾ ബ്രാംസിനെ പറ്റി മാൽക്കമിനോട് വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ നിന്നോട് ഓൾറെഡി അവനെ പറ്റി പറഞ്ഞതാണല്ലോ എന്ന് അവനും. ഇല്ലില്ല, നീ പറയാത്ത കാര്യങ്ങൾ ഇനിയുമുണ്ട്, നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, സത്യം പറ, ഈ ബ്രാംസ് ആളെങ്ങനെയാ, അവന്റെ സ്വഭാവം എങ്ങനെയാ എന്നൊക്കെ ഇവൾ നിർത്താതെ ചോദിക്കുകയാണ്. നാട്ടിലെ ചിലർ പറയുന്നത് അവൻ നല്ല പയ്യനാണെന്നാ, എന്നാൽ ചിലരാവട്ടെ അവൻ ആളത്ര ശരിയല്ല എന്നും. ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ ഡെലിവറിക്ക് വന്ന സമയത്ത് അന്ന് ബ്രാംസിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നേരം മിസ്സിസ് ഹീൽഷെയർ ആ ഡോളിനെ അണിയിച്ചൊരുക്കി ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ തുറക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു. എന്നാൽ മറുഭാഗത്ത് മിസ്റ്റർ ഹീൽഷെയർ കുടിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ജീവിച്ചു മടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശേഷം അദ്ദേഹം ക്ഷണിച്ചത് കൊണ്ട് തന്നെ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ മദ്യപിച്ചു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് നീ ഇപ്പൊ ചോദിച്ചതുപോലെ ബ്രാംസ് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി വളരെ സങ്കടത്തോടെ സ്ട്രേഞ്ച് എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. അവിടെ നിന്ന് കട്ടാകുന്നു. ശേഷം സാൻഡി ഗ്രേറ്റയെ വിളിക്കുന്നു. എന്നിട്ട് ആ കോൾ ഇവിടെ വന്ന് വാതിലിന് മുട്ടി ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. നിന്നോട് ചെയ്തതിന് സോറി പറഞ്ഞുകൊണ്ട് ലെറ്റർ അയക്കണമെന്നും അതുകൊണ്ട് നിന്റെ അഡ്രസ് അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഇവൾ അങ്ങ് പേടിക്കുകയാണ്. നീ എന്റെ അഡ്രസ് ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ, സോറി, അവന്റെ ബഹളം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട്, വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ നിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. അത് കേട്ടതും ഇവളുടെ ഉള്ളിൽ ആകെ പേടി ഇരിച്ചു കയറുകയാണ്. അവിടുന്ന് കട്ടേട്ടെ അടുത്ത സീനിൽ ഗ്രേറ്റ പല്ല് തേക്കുന്ന സമയത്ത് എന്തോ ഒരു നിഴൽ അവളുടെ പിറകിലൂടെ പോകുന്നതായിട്ട് നമുക്ക് മാത്രമായിട്ട് കാണാം. പെട്ടെന്ന് ബ്രാംസിന്റെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട ഇവൾ
അവന്റെ റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് കാണുന്നത് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ അവിടെ വലിച്ചു വാരി ഇട്ടേക്കുന്നതാണ്. അങ്ങനെ അവൾ ആ ഡോളിന്റെ അടുത്ത് പോയി അതിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഇവളെ അങ്ങ് തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴേക്കും ഇവളുടെ ഉറക്കം ഞെട്ടുന്നു. അതെ, കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. അന്നേരം ആ റൂമിന് പുറത്തായിട്ട് ആരോ നിൽക്കുന്നുണ്ടെന്ന് ഇവക്ക് മനസ്സിലാകുന്നു. വാതിൽ തുറന്നു നോക്കിയ അവൾ കാണുന്നത് അവളുടെ കാണാതായ ഷൂസ് ആണ്. ഇതെങ്ങനെ ഇപ്പൊ ഇവിടെ വന്നു? അതേ നേരം ഒരു കുഞ്ഞു കുട്ടി ചിരിക്കുന്ന ശബ്ദം ബ്രാംസിന്റെ റൂമിൽ നിന്ന് ഇവൾ കേൾക്കുകയാണ്. ഇവൾ പോയി നോക്കുമ്പോൾ കാണുന്നത് ഇവൾ ബെഡിൽ കിടത്തിയ ബ്രാംസ് ഉണ്ടാകും ബെഡിൽ ഇരുന്നിട്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് മിസ്റ്റർ ഹീൽഷെയർ അവൾക്ക് അന്ന് കൊടുത്ത അവിടുത്തെ റൂൾസിനെ കുറിച്ചുള്ള പേപ്പേഴ്സും ഉണ്ട്. ഇവൾ അതൊന്നും ഫോളോ ചെയ്തിട്ടില്ലല്ലോ. ഒരു ഡോൾ ഒന്നിന്റെയും സഹായമില്ലാതെ തനിയെ എഴുന്നേൽക്കുന്നു, ഒച്ചയുണ്ടാക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇവളുടെ കിളിയാകെ പോവുകയാണ്. അങ്ങനെ പേടിച്ച് വിരണ്ട് റൂമിൽ പോയി അവൾ വാതിലടച്ച് സഹായത്തിന് ആരെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കിട്ടില്ല. അതേസമയം ആ ഫോണിൽ നിന്ന് അവൾക്ക് തിരിച്ചു കോൾ വരുന്നു. കോൾ എടുത്ത് അവൾ കേൾക്കുക ഒരു കൊച്ചു കുട്ടി കരയുന്ന ശബ്ദമായിരിക്കും. അത് ബ്രാംസ് ആണ്. അവൻ അവളോട് പുറത്തു വാ, എന്നിട്ട് എന്റെ കൂടെ കളിക്കുക എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ആദ്യം ഇവൾ ഇത് ആരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നില്ല. ആരാ എന്താ എന്നൊക്കെ ഇവൾ തിരിച്ച് ചോദിക്കുമ്പോഴായിരിക്കും നീ എന്താ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്തതെന്നൊക്കെ ബ്രാംസ് പറയുന്നേ. അതിനൊപ്പം അവളുടെ റൂമിൽ വാതിൽ തുറക്കാനും അത് നോക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം, എവിടെ പോയി ഒളിക്കണം, എങ്ങനെ രക്ഷപ്പെടണം, എന്താ ഈ സംഭവിക്കുന്നേ? മരിച്ച ബ്രാംസ് എങ്ങനെയാ ഫോണിലൂടെ സംസാരിക്കുന്നേ? പേടിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ അവൾക്ക് അവളുടെ സ്വബോധം തന്നെ പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടാണുള്ളത്. അന്നേരം ഇത് നിന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ് എന്തോ ഒന്ന് ബ്രാംസ് പുറത്തു വെക്കുന്നു. ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവൾ കാണുക അവളുടെ ഫേവറേറ്റ് ഫുഡാണ്. ഇവിടെ ഇനി ബ്രാംസിന്റെ ആത്മാവ് സത്യത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം ഇവളുടെ ഉള്ളിൽ നിറയുന്നു. ഇവിടെ മറുഭാഗത്ത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹീൽഷെയർ കടയിലേക്ക് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. എന്താ കാര്യം എന്നറിയില്ല. അന്നത്തെ ആ ഫോൺ കോളും തുടർന്നുണ്ടായ ഭീകര സംഭവങ്ങൾക്ക് ശേഷം ഗ്രേറ്റ അവിടുത്തെ റൂൾസ് എല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. ബ്രാംസിനെ അവൾ പാട്ടുപാടി കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് അവൾ ഉമ്മയും കൊടുക്കുന്നു. എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവൾ അതിനെയും എടുത്തോണ്ടാണ് നടക്കുന്നേ. അതായത് അവൾ ആ പാവയുമായിട്ട് ജീവിക്കാൻ ശീലിച്ചു. അന്നേരമായിരിക്കും ഇവളുടെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് മാൽക്കം അവിടേക്ക് വരുന്നേ. അവിടെ എത്തി അവൻ ഗ്രേറ്റ ഡോളിനെ കൊണ്ട് നടക്കുന്ന രീതി കണ്ടങ്ങ് ഞെട്ടുന്നു. മാൽക്കം അവളോട് അന്ന് ഇവർ പുറത്തൊക്കെ പോയെന്ന് കറങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നടന്നിട്ടുമില്ലല്ലോ, സോ നമുക്ക് ഒന്നും കൂടി പോയാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇവൾക്ക് ബ്രാംസ് ഉള്ളത് കൊണ്ട് തന്നെ എവിടെയും പോകാൻ താല്പര്യമുണ്ടാകില്ല. പിന്നീട് ഒരിക്കലാവാമെന്ന് അവളും. അങ്ങനെ മാൽക്കം അവിടുന്ന് പോകുന്നു. ശേഷം ഇവൾ ആ ഡോളിന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചുകൊണ്ട് അത് കഴിക്കുമോ എന്നറിയാൻ വേണ്ടി ഇവൾ ആത്മാവിന്റെ സഹായം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സൈൻ കാണിച്ചു താ എന്ന് പറയുന്നു. എന്നാൽ അതിനൊരു മറുപടിയോ മറ്റൊന്നും ഉണ്ടാകില്ല. ശേഷം ഇനി ആ ഭക്ഷണം ഇവിടെ വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതെടുത്തു കൊണ്ടുപോയി പുറത്ത് കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകും ബ്രാംസ് അവനെ ഇരുത്തിയ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിരുന്നിട്ട്. അതോടെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവക്ക് വ്യക്തമാകുകയാണ്. ശേഷം അവൾ മാൽക്കമിനെ വിളിച്ചു വരുത്തി നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നു. എന്നാൽ അതൊക്കെ കേട്ട് ഇവൾക്ക് വട്ടായി എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. അന്നേരം അവൾ ആ ഡോളിനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അതിന് ചുറ്റും ചോക്ക് കൊണ്ട് വരയ്ക്കുകയാണ്. എന്തിന്? അവൻ അവിടുന്ന് അനങ്ങിയാൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഇപ്പം മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് അവൾ മാൽക്കമിനെയും കൂട്ടിയിട്ട് അവിടുന്ന് മാറി നിൽക്കുന്നു. എന്നിട്ട് ആദ്യമൊന്നും എനിക്ക് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നുള്ള കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഷൂ കാണാതെ പോകുന്നു, ഡ്രസ്സ് കാണാതെ പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ബ്രാംസിന് ആളുകൾ അവനെ കാണുന്നത് ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവൻ്റേത്. അപ്പോൾ ആ ഡോള് ഇവൾ അതിന്റെ അടുത്ത് ഇല്ലാത്ത ടൈം ഈ വീട്ടിൽ ചുറ്റി നടക്കുന്നുണ്ട് എന്നാണ് ഗ്രേറ്റ പറയുന്നേ. എന്നാൽ മാൽക്കമിന് ഇവൾ പറയുന്ന ഒരു തരി പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാകില്ല. ഇവൻ താൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല എന്ന് ഇവക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവൾ നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോളിനെ പൂട്ടിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ അതൊരു തരി പോലും ഇരുത്തിയ അടുത്ത് നിന്ന് അനങ്ങിയിട്ടുണ്ടാകില്ല. ഇത് കണ്ട മാൽക്കം എന്താ അവളോട് പറയാൻ പോകുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. ഗ്രേറ്റ നേരെ മാൽക്കമിന്റെ അടുത്ത് പോയി പ്ലീസ് എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മാൽക്കമിന് കാണിച്ചു കൊടുക്കണം. നീ എന്തെങ്കിലും ഒരു സൈൻ കാണിച്ചു താ, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് നേരെ മാൽക്കമിനോട് പ്ലീസ് നീ എനിക്ക് ഒരേ ഒരു ചാൻസ് താ, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് വട്ടായിട്ട് ഞാൻ ഓരോന്നും വിളിച്ച് പറയുന്നതാണെന്ന് ഞാൻ തന്നെ സമ്മതിച്ചു കൊള്ളാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ മാൽക്കമും അതിന് സമ്മതിക്കുന്നു. ശേഷം അവർ പുറത്തിറങ്ങി
കുറച്ചു സമയം കഴിഞ്ഞ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ബ്രാംസ് അവിടെ ഉണ്ടാകില്ല. പകരം അവൻ അവിടുന്ന് മാറി കുറച്ചപ്പുറം മാറി ഇരുന്നിട്ടുണ്ടാകും. അത് കണ്ട് ഇവൻ അങ്ങ് ഞെട്ടുന്നു. അല്ല, അപ്പോൾ ഈ വീട്ടിൽ ശരിക്കും പ്രേതമുണ്ട്? അതായത് മരിച്ചുപോയ ബ്രാംസിന്റെ പ്രേതം ഉണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ, പ്രേതമൊന്നുമല്ല, ആ പാവയ്ക്ക് ജീവൻ ഉണ്ടെന്ന അർത്ഥത്തിൽ അവളും. ശേഷം അവൾ ഈ നാട്ടിൽ എത്തിപ്പെടാൻ ഉണ്ടായ കാരണം അവനോട് പറയുകയാണ്. അതായത് കോൾ എന്ന് പറയുന്ന ഒരുത്തനെ അവൾ പേടിക്കുന്നില്ലേ, അവനുമായിട്ട് ഗ്രേറ്റയ്ക്ക് മുമ്പ് അടുപ്പമുണ്ടായിരുന്നു. ആദ്യമൊക്കെ നന്നായി പോയ അവരുടെ ബന്ധം പിന്നീട് അത് അവതാളത്തിലായി. കോൾ അവളെ വല്ലാതെ ഉപദ്രവിക്കാനും അവളോട് ടോക്സിക്കായിട്ട് പെരുമാറാനും തുടങ്ങി. ഇവളുടെ ഫ്രണ്ട്സ് പണ്ടേ അവളോട് കോളിനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവൾ അത് കേട്ടില്ല. അവസാനം ഗ്രേറ്റ പ്രഗ്നന്റ് ആയി. എന്നാൽ കോളിന്റെ ഈ ബിഹേവിയർ കാരണം ആ കുട്ടി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ തുറന്നു പറച്ചിലിനൊക്കെ ഒടുവിൽ ഇവ രണ്ടുപേരും കൂടുതലായിട്ട് അടുക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ആ ഡോളിനെ അതിന്റെ റൂമിൽ കിടത്തിയതിന് ശേഷം ഇവ രണ്ടുപേരും ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് എന്തോ മ്യൂസിക്കിന്റെ സൗണ്ട് ഇവർ കേൾക്കുകയാണ്. അപ്പോൾ അത് അവിടുത്തെ ഗ്രാമഫോണിൽ നിന്നാണ്. അത് കേട്ട് പോയി ഇവർ നോക്കിയ രണ്ടുപേരും കാണുക അതിനടുത്തായി ഇരിക്കുന്ന ബ്രാംസിനെയാണ്. ഇവനെ ഇവൾ റൂമിൽ കിടത്തിയതാണല്ലോ. ശേഷം അതിനെ എടുത്ത് ഗ്രേറ്റ അതിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് മാൽക്കമിന് എന്തോ വശപിശക്ക് തോന്നുന്നുണ്ട്. ബ്രാംസിനെ പേടിച്ച് അവൻ ഗ്രേറ്റയോട്, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ഇവിടെ നിൽക്കണ്ട, അടുത്തുള്ള ഹോട്ടലിലേക്ക് മാറിക്കോ എന്ന് പറയുമ്പോൾ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ ഈ ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ടാണോ? അതുകൊണ്ടാണെങ്കിൽ അതൊന്നും നീ പേടിക്കണ്ട മാൽക്കം, അവനൊരു കുഞ്ഞാണ്. ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഹീൽ ഷെയർ ഇവനെ നോക്കാൻ വേണ്ടിയാണ് ഇവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്ന് ഇവളും. മാൽക്കം എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൾ അമ്പിനോടും വില്ലിനോടും അടുക്കില്ല. അപ്പോഴാണ് മാൽക്കം ഒരു കാര്യം പറയുന്നേ. അതായത് ഈ ബ്രാംസ് ചെറുപ്പത്തിലായിരുന്ന സമയത്ത് അവന്റെ കൂടെ കളിക്കാൻ ആ നാട്ടിലെ എമിലി എന്ന ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ബ്രാംസിനെ കാണാൻ വന്ന ആ പെൺകുട്ടി തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. ആ കുട്ടിയെ കാണാതായി. എവിടെയാണെന്ന് പോലും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം എമിലിയുടെ ബോഡി ആ നാട്ടിലെ ഒരു കാട്ടിൽ നിന്ന് കിട്ടി. അതും അത്രക്കും ക്രൂരമായ രീതിയിലുള്ള കൊലപാതകവും. പോലീസുകാർ അതിന്റെ ഭാഗമായി ബ്രാംസിനെ ചോദ്യം ചെയ്യാൻ ഈ വീട്ടിൽ വരുമ്പോഴായിരുന്നു ഈ വീട്ടിൽ തീപിടുത്തം സംഭവിച്ചതും അതിൽപ്പെട്ട് ബ്രാംസ് മരിച്ചതും. അതിനുശേഷം എമിലിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും അത്രക്കും ഉറപ്പോടെ ഗ്രേറ്റ, ബ്രാംസ് എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ എവിടേക്കും ഇല്ല എന്ന് തന്നെ പറയുന്നു. അവിടുന്ന് കട്ടാവുന്നു. പിറ്റേ ദിവസം ഗ്രേറ്റ ആരോ വന്ന ശബ്ദം കേട്ട് മാൽക്കം ആണെന്ന് കരുതി പോയി നോക്കിയ അവൾ കാണുന്നത് കോളിനെയാണ്. അവനെ കണ്ട് ഇവൾ മിന്നലേറ്റതുപോലെ ആകുന്നു. കാരണം കോൾ അവൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. ഞാൻ ശരിക്കും നിനക്ക് ലെറ്റർ അയക്കാൻ വിചാരിച്ചതായിരുന്നു. പിന്നെ നിനക്കറിയാലോ ഞാനങ്ങനെ ലെറ്റർ ഒന്നും അയക്കാത്ത ആളാണെന്ന്. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് പോന്നു എന്നൊക്കെ കോൾ പറയുന്നു. അപ്പോഴായിരിക്കും ഇവൻ ഗ്രേറ്റയുടെ കയ്യിലെ പാവയെ ശ്രദ്ധിക്കുന്നേ. അപ്പോൾ ഇവൾ ഇവിടെ വന്നത് ഈ പാവയെ നോക്കാനായിരുന്നോ എന്നുള്ള പുച്ഛഭാവത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്ന സമയത്ത് മുഴുവനും ചിന്തിച്ചത് നിന്നെ ഞാൻ എങ്ങനെയാ എൻ്റെ കൂടെ തിരികെ കൊണ്ടുപോകുമെന്നാ. ഇതിപ്പോൾ റിസ്ക് ഇല്ലല്ലോ, കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പൊ നാളെ രാവിലെ ഇവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഇവൻ ഇപ്പം ഇവിടെ വന്നേക്കുന്നേ. അപ്പോഴേക്കും മാൽക്കമും അവിടെ എത്തുന്നു. ശേഷം മാൽക്കമിനെ കോളിനെ ഗ്രേറ്റൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മാൽക്കം ഗ്രേറ്റയോട്, ഞാൻ സാധനങ്ങൾ കൊണ്ടുവരാൻ വന്നതാണ്, ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ എന്ന് പറയുന്നു. ശേഷം അവൾ കോളിനോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാൽക്കമിന്റെ അടുത്തേക്ക് പോകുന്നു. മാൽക്കം അവളോട് അവനെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴായിരിക്കും കോൾ തന്നെ നാളെ ഇവിടുന്ന് കൂട്ടി പോകാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം അവൾ പറയുന്നേ. വേഗം അവനെ പറഞ്ഞു വിടാൻ നോക്ക്, അഥവാ അവൻ നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് മാൽക്കം പറയുമ്പോൾ അവൻ ഒന്നും ചെയ്യില്ല, എൻ്റെ കയ്യിൽ അതിനൊരു പ്ലാൻ ഉണ്ടെന്ന് അവളും പറയുന്നു. അന്നേരം കോൾ അങ്ങോട്ടേക്ക് വരുന്നു. അന്നേരം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് മാൽക്കം അവിടെ നിന്ന് ഇറങ്ങുന്നു. ബട്ട് മാൽക്കം എവിടെയും പോകില്ല. അവൻ നേരെ പുറത്തുള്ള അവന്റെ വണ്ടിയിൽ പോയി ഇരിക്കുക മാത്രം ചെയ്യുന്നു. കാരണം കോൾ അവളെ എന്തേലും ചെയ്യുമോ എന്നുള്ള ഭയം ഇവനുണ്ട്. അന്ന് രാത്രി കോളിനോട് ഹാളിൽ കിടന്നുറങ്ങിക്കോളാനായിരിക്കും അവൾ പറയുന്നേ. അത് കേട്ട് എനിക്ക് എന്തുകൊണ്ട് നിന്റെ റൂമിൽ കിടന്നുറങ്ങിക്കൂടാ എന്ന് അവൻ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് അവളും. ഞാൻ ഇതുവരെ നിന്നോട് ചെയ്തതിനെല്ലാം എന്നോട് നീ ക്ഷമിക്കെന്ന് ഇവൻ പറയുന്നു. എന്നാൽ അവളെ കൊണ്ട് അതിന് പറ്റില്ല. ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ അവൻ ചെയ്തു കൂട്ടിയത്. നിനക്കൊരിക്കലും എന്നെ വിട്ട് എവിടെയും പോകാൻ പറ്റില്ല. നീ എവിടെ പോകുന്നു അവിടെ ഞാനും ഉണ്ടാകുമെന്ന് അവൻ എന്തോ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ്. ഗ്രേറ്റയ്ക്ക് കോൾ തന്നെ ഇനി മര്യാദയ്ക്ക് ജീവിക്കാൻ വിടില്ല, ഇവൻ തന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ എന്ന് മനസ്സിലാകുന്നു. അവിടുന്ന് കട്ടാകുന്നു. അങ്ങനെ അന്ന് രാത്രി അവൾ ബ്രാംസിന്റെ കൂടെയായിരിക്കും കിടക്കുക. ബ്രാംസിനോട് അവൾ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് എവിടെയും പോകില്ല, പകരം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എന്താ പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല.
കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് കോളിന്റെ ദേഹത്ത് ഇറ്റ് വീഴുകയാണ്. അപ്പോൾ അത് ചോരയാണ്. അത് കണ്ടതും കോളങ്ങ് നിലവിളിക്കുന്നു. അത് കേട്ട് ഗ്രേറ്റയുടെ ഉറക്കം ഞെട്ടുകയാണ്. അവൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് ബ്രാംസ് ഉണ്ടാകില്ല. അവൾ ഓടിപ്പോയി കോളിനോട് കാര്യം എന്താണെന്ന് തിരക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തായി കാക്കയെ കൊന്ന് അതിന്റെ ബ്ലഡ് കൊണ്ട് ഗെറ്റ് ഔട്ട് എന്ന് ആരോ ഗ്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ട് കോൾ അവളോട് ഇത് നീയാണോ ചെയ്തതെന്ന് ചോദിക്കുന്നു. അന്നേരം ബ്രാംസ് അവിടെ തൊട്ടടുത്ത് സോഫയിൽ ഇരിക്കുന്നതായിട്ട് ഇവൾ കാണുകയാണ്. ഇതെല്ലാം ബ്രാംസിന്റെ പണിയാണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നു. അവൾ ഞാനല്ല എന്ന് കോളിനോട് പറയുമ്പോൾ ഇവൾ ബ്രാംസിനെ തന്നെ നോക്കുന്നത് കണ്ട് നീയല്ലാതെ പിന്നെ ആരാ, ആ പാവയാണോ ഇത് ചെയ്തത്, നീ പാവയിങ്ങ് തന്നേ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ബഹളം വെക്കാൻ തുടങ്ങുകയാണ്. ബട്ട് ഗ്രേറ്റ് ആ ഡോളിനെ അവന് കൊടുക്കില്ല. എന്നാൽ കോളിന് ആ പാവയെ കിട്ടിയേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണ്. അങ്ങനെ അവർ തമ്മിൽ ആ പാവയ്ക്ക് വേണ്ടി പിടിയും വലിയും ആവുകയാണ്. ഇവർ തമ്മിലുള്ള പിടിവലിയുടെ ശബ്ദം കേട്ട് മാൽക്കം അവിടെ ഓടിയെത്തുന്നു. എന്നിട്ട് കോളിനോട് നിന്റെ പെട്ടിയും കിടക്കയും എടുത്ത് നീ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു എന്ന് പറയുന്നു. ഓ, ഇവിടെയുള്ള എല്ലെണ്ണത്തിനും എന്നെ പുറത്താക്കാനാണല്ലോ തിടുക്കം. അപ്പോൾ നീയാണോ ഇവിടെ ചോര കൊണ്ട് അങ്ങനെ എഴുതി വെച്ചത്? അല്ലെങ്കിൽ നീയും ഇവളെ പോലെ തന്നെ ഇതിനെല്ലാം പിറകിൽ ആ പാവയാണെന്നാണോ പറയാൻ വരുന്നേ എന്നൊക്കെ കോൾ ചോദിക്കുന്നു. കോൾ, ഇവിടെ നടക്കുന്നതിനെ പറ്റി നിനക്കൊരു ഐഡിയയും ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നേ എന്ന് അവളും. എന്താ ഈ ഡോളിന് അതിന് മാത്രം പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോളിനെ പിടിച്ചു വാങ്ങി കോൾ പൊട്ടിച്ചു കളയുന്നു. അത് കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. ഇനി എന്തൊക്കെ പൊല്ലാപ്പാ വരാൻ പോകുന്നതെന്ന് അറിയില്ല. അന്നേരം ആരോ നടന്നു വരുന്ന ശബ്ദം ഇവർ കേൾക്കുകയാണ്. അതേസമയം അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ മിന്നുകയും കെടുകയും ചെയ്യുന്നുണ്ട്. ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലായിരിക്കും എല്ലാവരും. അന്നേരം ബ്രാംസിന്റെയും അവന്റെ ഫാമിലിയുടെയും ഫ്രെയിം ചെയ്ത ഫോട്ടോയുടെ പിറകിൽ എന്തോ ഉള്ളതായിട്ട് കോളിന് തോന്നുകയാണ്. അവൻ അതിന്റെ അടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ച് അവൻ പിറകിലേക്ക് വീഴുന്നു. അന്നേരം അതിന്റെ അകത്ത് നിന്ന് ഒരാൾ പുറത്തു വരികയാണ്. അത് വേറെ ആരുമായിരിക്കില്ല, യഥാർത്ഥ ബ്രാംസ് ആണ്. അവൻ മരിച്ചിട്ടില്ല. അവൻ ചെറുപ്പത്തിൽ ഒരു പെണ്ണിനെ കൊന്നതായിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിട്ടില്ലേ? അത് ചെയ്തത് അവൻ തന്നെയായിരുന്നു. ചെറുപ്പത്തിലെ ചെറുക്കൻ ഒരു പക്ക സൈക്കോ ആയിരുന്നു. അത് കവർ ചെയ്യാൻ വേണ്ടിയായിരുന്നു വീട്ടിൽ ഫയർ ആക്സിഡന്റ് ഹീൽ ഷെയർ ക്രിയേറ്റ് ചെയ്ത് ബ്രാംസ് മരിച്ചെന്ന് വരുത്തി തീർത്തതും. എന്നിട്ട് ഹീൽ ഷെയർ അവനെ ഈ മാൻഷനിലെ വാളിലുള്ള ഒരു സീക്രട്ട് പാസേജിൽ ഒളിപ്പിച്ചു വെച്ചതും. അവൻ പുറത്തു വരാതെ അവിടെ തന്നെ ജീവിച്ചു. ശരിക്കും ആ ഡോള് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂള് മാത്രമായിരുന്നു. ആ ഡോൾ മൂവ് ചെയ്തതും ഗ്രേറ്റയുടെ സാധനങ്ങൾ കാണാതെ പോയതും അവിടെ ഇടയ്ക്ക് വന്ന ഫോൺ കോൾസ് അതൊന്നും ഗോസ്റ്റ് ആയിരുന്നില്ല. വാളിൽ ഒളിച്ചിരുന്ന ബ്രാംസിന്റെ പണിയായിരുന്നു അത്. ഇവിടെ ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. കാരണം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ അവിടെ അവർ കൺമുന്നിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രാംസ് നേരെ പോയി കോളിന്റെ അടുത്ത് ചെന്ന് അവനെ അങ്ങ് കൊല്ലുന്നു. ഗ്രേറ്റ ബ്രാംസിനെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ബ്രാംസ് അവളെയും പിടിച്ചു വലിച്ച് പോകാൻ നോക്കുന്ന സമയത്ത് മാൽക്കം വന്ന് അവിടെയുള്ള എന്തോ കൊണ്ട് ബ്രാംസിനെ അടിച്ചിട്ടിട്ട് അവളെയും കൊണ്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. പിറകെ ബ്രാംസുമുണ്ട്. ഇവർ ഓടി ഒരു റൂമിൽ കയറി വാതിലടക്കുന്നു. ബ്രാംസ് ആ റൂം എങ്ങനെയൊക്കെയോ തുറക്കാൻ നോക്കുന്നുണ്ട്. ശേഷം വാതിൽ പകുതി തുറന്ന് അകത്തേക്ക് ബ്രാംസ് കയറാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫോൺ എടുത്ത് മാൽക്കം അവന്റെ തലക്കടിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും ഓടി വേറെ റൂമിൽ കയറുകയാണ്. അന്നേരം അവിടെ ക്ലോസറ്റ് പോലത്തെ എന്തോ ഒന്ന് ഇവർ കാണുന്നു. അവർ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ വേറൊരു റൂമും അവിടെ ഒരു വലിയ സെറ്റപ്പ് ഒക്കെ ഇവർ കാണുകയാണ്. അതായത് ഇവിടെയായിരുന്നു ബ്രാംസ് ഇത്ര കാലം താമസിച്ചിരുന്നതെന്ന് ഇവർക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് നോക്കുമ്പോഴുണ്ടാകും അവിടെ ഒരു പാവയെ പോലെ ആക്കിയിട്ട് അതിൽ ഗ്രേറ്റയുടെ കാണാതായ ഡ്രസ്സും മാലയും ഒക്കെ വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഹീൽ ഷെയർ ബ്രാമിന് എഴുതിയ ലെറ്റേഴ്സും അവിടെ ഇവൾ കാണുകയാണ്. അതിലൊന്നിൽ സൂയിസൈഡ് നോട്ടും മറ്റൊന്ന് അവരിവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടുമായിരിക്കും. പക്ഷെ ആ ലെറ്ററിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവളിപ്പോൾ നിന്റെ ആണെന്നുള്ള കാര്യമായിരിക്കും. അതായത് ഗ്രേറ്റയാണ് ഇവർ ഉദ്ദേശിച്ചത്. അവർ ഇവളെ വെറുമൊരു നാനിയായിട്ടല്ല കൊണ്ടുവന്നത്. ബ്രാംസിനെ നോക്കാൻ വേണ്ടിയും അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയുമാണ് അവർ ഇവളെ ചൂസ് ചെയ്തത്. ആക്ച്വലി അവർക്ക് ബ്രാംസിന്റെ കൂടെ ഈ മാൻഷനിൽ ജീവിച്ചിട്ട് മടുത്ത അവസ്ഥയായി. ബ്രാംസ് ആണെങ്കിൽ ഒടുക്കത്തെ സൈക്കോയും അവൻ വയലന്റും അൺസ്റ്റേബിളും ആയതുകൊണ്ട് തന്നെ അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഹീൽ ഷെയർ സൂയിസൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആ ലെറ്ററിൽ മേ ഗോഡ് ഫോർഗീവ് us എന്നും എഴുതിയിട്ടുണ്ട്. അവർക്ക് തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നന്നായിട്ടറിയാം. ബ്രാംസിന്റെ ക്രൈം കവർ ചെയ്തതും അവൻ ഇത്രയും വർഷം പ്രൊട്ടക്ട് ചെയ്തതിനുമൊക്കെ അവർക്ക് നല്ല കുറ്റബോധമുണ്ടായിരുന്നു. ഇതെല്ലാം വായിച്ച ഗ്രേറ്റക്ക് താൻ ശരിക്കും പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ്. അപ്പോഴേക്കും മാൽക്കം വന്ന അവളോട്
താഴേക്ക് പോകാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് അവിടെ നിന്നിറങ്ങുന്നു. അതിലൂടെ നടക്കുന്ന സമയത്ത് ആ വീടിന്റെ പല ഭാഗങ്ങളും ഇവർ ഇവിടുന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് ബ്രാംസ് അവർ അവിടെ നിൽക്കുന്ന ഭാഗം പൊട്ടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് വരാൻ നോക്കുകയാണ്. ഇവർ ഒട്ടും സമയം കളയാതെ അവിടുന്ന് ഓടുന്നു. അങ്ങനെ ഓടി ഓടി അവർ പുറത്തേക്കുള്ള വഴി കാണുകയാണ്. പുറകെ വരുന്ന ബ്രാംസ് ആണെങ്കിൽ അവരുടെ അടുത്ത് എത്തിയില്ല എന്ന രീതിയിലായിരിക്കും. ബ്രാംസ് അടുത്ത് എത്താറായി എന്ന് മനസ്സിലാക്കിയ മാൽക്കം ഗ്രേറ്റയോട് നീ ഇവിടുന്ന് പൊക്കൂ, എന്റെ കാര്യം വിട്ടേക്ക് എന്ന് പറയുന്നു. അതും പറഞ്ഞ് നാക്കെടുക്കുമ്പോഴേക്കും ബ്രാംസ് അവിടെ എത്തി മാൽക്കമിന്റെ തലക്കൊക്കെ അടിച്ച് ഉപദ്രവിക്കുകയാണ്. പിന്നീട് അവന്റെ ലക്ഷ്യം ഗ്രേറ്റ ആയിരിക്കും. അവളാണെങ്കിൽ അപ്പോഴേക്കും അവിടുന്ന് പുറത്ത് കടന്ന് ഒരു കാട്ടിലൂടെ ഓടുകയാണ്. അന്നേരം ബ്രാംസ് ഗ്രേറ്റ കേൾക്കാൻ എന്നോണം നീ മര്യാദയ്ക്ക് തിരിച്ചു വന്നോ, ഇല്ലെങ്കിൽ ഞാൻ മാൽക്കമിനെ കൊന്നു കളയുമെന്ന് പറയുന്നു. അന്നേരമാകും അവൾക്ക് മാൽക്കം മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവൾ വീടിനകത്ത് കയറി അവിടെയുള്ള ഒരു സ്ക്രൂ ഡ്രൈവറും കയ്യിൽ പിടിച്ച് ബ്രാംസിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ അവൻ അവിടെ തന്നെയുണ്ട്. അവൻ കാണാതെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവർ ഒളിപ്പിച്ച് വെച്ചിട്ട് ഗ്രേറ്റ് അവനോട് ഞാൻ തിരിച്ചു വന്നു, ഇനി നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്, നിനക്ക് റൂൾസ് അറിയാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ അതനുസരിച്ച് ബ്രാം കിടന്നുറങ്ങാൻ പോവുകയാണ്. എപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പ് ഗ്രേറ്റ ആ ഡോളിന് കിസ് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് കിസ് വേണമെന്ന് അവൻ പറയുന്നു. ഇല്ല ഇന്നില്ല, നീ എന്താ ഇന്ന് കാണിച്ചു കൂട്ടിയതെന്ന് നിനക്കറിയില്ലേ, അതുകൊണ്ട് നിനക്ക് ഇന്ന് കിസ്സില്ല എന്ന് അവളും. എന്നാൽ അവൻ അതിന് സമ്മതിക്കില്ല. കിസ് വേണമെന്ന് വാശിയിലായിരിക്കും. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അത് കൊടുക്കാൻ പോകുന്ന തക്കത്തിന് കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അവൾ അവനെ കുത്തുന്നു. ഇതവൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല. ശേഷം ദേഷ്യം വന്ന് അവൻ അവളെ എടുത്ത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവളെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്നു. മരണവെപ്രാളത്തിൽ ഗ്രേറ്റ കിടന്ന് പിടയുകയാണ്. രക്ഷപ്പെടാനാണെങ്കിൽ വേറെ വഴിയുമില്ല. പെട്ടെന്ന് അവൾ അവന്റെ വയറിൽ കുത്തിയ ആ സ്ക്രൂ ഡ്രൈവർ വലിച്ചൂരി വീണ്ടും കുത്തുന്നു. അപ്പോഴേക്കും അവൻ മരിക്കുകയാണ്. ശേഷം അവൾ ഓടിപ്പോയി മാൽക്കമിനെയും കൂട്ടി ആ വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ആ വീട്ടിലെ ആരോ ഒരാൾ പൊട്ടി പല കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്ന പാവയെ പഴയതുപോലെ ആക്കുന്നതാണ്. അത് വേറെ ആരുമല്ല, ബ്രാംസ് ആണ്. അവൻ മരിച്ചിട്ടില്ല. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ദിവസം വേറൊരു മൂവിയായിട്ട് ഞാൻ വരാം.